തെക്കേ അരങ്ങത്ത് രാജേന്ദ്രൻ, അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. നവാബ് രാജേന്ദ്രൻ അതായിരുന്നു കേരളത്തിലെ ജനങ്ങളെ നീതിയുടെ ന്യായവാദങ്ങൾ പഠിപ്പിച്ച, അനീതിക്കെതിരെ നീതിദേവതയെ പടവാളാക്കിയ ഒരു മനുഷ്യൻ. അതായിരുന്നു നവാബ് രാജേന്ദ്രൻ. 1950 അഭിഭാഷകനായ കുഞ്ഞിരാമ പൊതുവാളിൻ്റെയും ഭാർഗവിയമ്മയുടെയും മകനായി പയ്യന്നൂരിലായിരുന്നു രാജേന്ദ്രന്റെ ജനനം. നവാബ് രാജേന്ദ്രന്റെ ജീവിതം സാമൂഹ്യ തിന്മകളോടുള്ള എതിർപ്പിന്റെ ഒരു ഉദാഹരണമായിരുന്നു. തൻ്റെ നവാബ് എന്ന പത്രത്തിലൂടെ രാജേന്ദ്രൻ നിരന്തരം അഴിമതികൾക്കെതിരെ പോരാടി. അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ പ്രതിക്കൂട്ടിലാക്കിയ തട്ടിൽ എസ്റ്റേറ്റ് കേസ് പുറത്തു വന്നത് നവാബിലൂടെയായിരുന്നു. ഇതിന് കരുണാകരൻ നവാബിനോട് പകരം വീട്ടിയത് കേരളം കണ്ട എക്കാലത്തെയും ക്രൂരനായ പോലീസ് ഓഫീസറായ ജയറാം പടിക്കലിനെ ഉപയോഗിച്ചായിരുന്നു. ജയറാം പടിക്കലിൻ്റെയും പുലിക്കോടൻ നാരായണൻ്റെയും കിരാത മർദ്ദന മുറയ്ക്ക് നവാബ് ഇരയായി. കരുണാകരൻ മന്ത്രിസഭയിലെ അംഗമായിരുന്ന MP ഗംഗാധരന് രാജേന്ദ്രൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ രാജിവെക്കേണ്ടി വന്നു. നീണ്ട അജ്ഞാതവാസത്തിനു ശേഷം പുറത്തു വന്ന നവാബ് രാജേന്ദ്രൻ പിന്നീട് അനീതിക്കെതിരായി പോരാടിയത് നിയമത്തെ കൂട്ടുപിടിച്ചായിരുന്നു. നവാബ് നൽകിയ പല പൊതു താൽപര്യ ഹർജികളിലും അദ്ദേഹത്തിന് അനുകൂലമായ വിധിയുണ്ടായി. അലക്ഷ്യമായി വളർന്ന നീണ്ട താടിയും മുടിയും, അയഞ്ഞു തൂങ്ങിയ നീണ്ട ജൂബയും, കഴുത്തിലൊരു രുദ്രാക്ഷമാലയും, ഒരു കൈയിൽ പുകയുന്ന സിഗരറ്റും മറുകൈയിൽ തൂക്കിപ്പിടിച്ചൊരു പെട്ടിയുമായി രാജേന്ദ്രൻ നീതിക്കു വേണ്ടി അലഞ്ഞു നടന്നു. അവസാന കാലത്ത് അർബുദം അദ്ദേഹത്തെ കീഴടക്കി. 2003 ഒക്ടോബർ 10 നവാബ് രാജേന്ദ്രൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എറണാകുളം അമൃത ആശുപത്രിക്കടുത്തുള്ള വീട്ടിൽ നവാബിന്റെ ഏക സഹോദരൻ രാംദാസ് മേനോനുണ്ട്. നവാബ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ബ്രീഫ് കേസും വാച്ചും രുദ്രാക്ഷമാലയുമെല്ലാം ഒരു നിധി പോലെ ആ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു. DNA ന്യൂസിന് രാംദാസ് മേനോൻ നൽകിയ ആ അഭിമുഖത്തിലേക്ക്. നമസ്കാരം. പോരാട്ടത്തിന് മലയാളത്തിൽ ഒരു പര്യായം കൂടിയുണ്ട്, നവാബ് രാജേന്ദ്രൻ. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഈ പേര് സുപരിചിതമായിരിക്കില്ല. പക്ഷേ പഴയ തലമുറയ്ക്ക്, ഞാൻ ഉൾപ്പെടുന്ന പഴയ തലമുറയ്ക്ക് ആ പേര് ഊർജവും ആവേശവും നൽകുന്നതാണ്. മരണം വരെ നീതിക്കു വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ, അതായിരുന്നു നവാബ് രാജേന്ദ്രൻ. 2003 ഒക്ടോബർ 10 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ശ്രീ രാംദാസ് മേനോനാണ്. അറിയപ്പെടാത്ത നവാബ് രാജേന്ദ്രൻ സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നവാബ് രാജേന്ദ്രൻ എന്ന പേര് തന്നെ ഒരുപക്ഷെ വലിയ വലിയ ഒരു ആവേശം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അങ്ങയോട് സംസാരിക്കുമ്പോൾ പോലും ശബ്ദം ഉണ്ടാകുന്നത്. ഇളയ സഹോദരനെ കുറിച്ച് ഒന്ന് അങ്ങനെ ഒന്ന് ചുരുക്കി പറയാം. ഓർമ്മകൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതൊന്നും രാജേന്ദ്രൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. പഠിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചിട്ടില്ല. മറ്റേ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജേർണലിസം കോഴ്സ് ചെയ്തതാണ്. നിയമം പഠിച്ചിട്ടില്ല, നിയമവിദഗ്ധനല്ല. മനസ്സിലായോ? അച്ഛൻ ലോയറായിരുന്നു കോഴിക്കോട്. അങ്ങനെ അച്ഛൻ്റെ പാത പിന്തുടർന്നോ എങ്ങനെയോ പത്രപ്രവർത്തനവും ഈ നിയമത്തിലുള്ള പരിജ്ഞാനവും രാജേന്ദ്രനെ നവാബ് രാജേന്ദ്രനാക്കി തീർത്തു. തെക്കേ രംഗത്ത് രാജേന്ദ്രൻ എന്ന TA രാജേന്ദ്രൻ എന്നാണ് ശരിയായ പേര്. എൻ്റെ പേര് TA രാംദാസ്, തെക്കേ രംഗത്ത്. അത് കൂടാതെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഇളയ ബ്രദർ. ആൾ മരിച്ചുപോയി, നേരത്തെ മരിച്ചുപോയി. രാജേന്ദ്രൻ CMS ഹൈസ്കൂളിൽ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അപ്പർ എഡ്യൂക്കേഷനൊന്നും പോയിട്ടില്ല. എങ്ങനെയോ പൊളിറ്റിക്സിലല്ല ഇതിൽ പത്രപ്രവർത്തനത്തിൽ ആൾ കരുണാകരൻ നമ്പ്യാരുടെ കീഴിൽ എക്സ്പ്രസ് പത്രാധിപരായിരുന്ന V കരുണാകരൻ നമ്പ്യാരുണ്ടായിരുന്നു. പത്രപ്രവർത്തനത്തിന് ശരിക്കൊരു മാതൃക എന്ന് പറയാവുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനും കുറച്ചു കാലം ഈ ജേർണലിസം അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ രാജേന്ദ്രനും അഭ്യസിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന ഒരു ശാഖ നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടി വന്നു. കാരണം ജന്മഭൂമി ഒരു 1 മാൻ ഷോ ആയിരുന്നു. ഒരുപാട് പേരെ വയ്ക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല. അതുമല്ല, പത്രം ആദ്യം തൊട്ടേ ഇറങ്ങിയിരുന്ന റോയൽ സൈസിലാണ്. അതായത് ഇപ്പോഴത്തെ ഡെമ്മി ഫോളിയോ, കേരള ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു, മാസികകളുണ്ടല്ലോ, ഡെമ്മിയുടെ പകുതി മടക്കി വയ്ക്കുന്നത്, ആ വലിപ്പത്തിലാണ് ഈ ജന്മഭൂമി ഇറങ്ങിയിരുന്നത് ആദ്യം. അപ്പോൾ അതിൽ KP വിജയൻ്റെ പത്രപ്രവർത്തനം എങ്ങനെ, മാതൃകാ പത്രപ്രവർത്തനം എങ്ങനെയാവാം എന്നൊരിതുണ്ട്. അപ്പോൾ അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചിട്ട് ഒരു ടൈറ്റിൽ എഴുതുന്നതും അങ്ങനെ. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു ഇന്ന സ്ഥലത്ത് വെച്ച്, പ്രിസൈസായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വായനക്കാരിൽ എത്തിക്കുക എന്നൊന്ന്. രണ്ടാമത് പത്രധർമ്മം കാത്തു സൂക്ഷിക്കുക. ഒരു കാരണവശാലും പത്രത്തിൻ്റെ കിട്ടിയ ന്യൂസിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താൻ പാടില്ല എന്നും മാന്യമായ രീതിയിൽ പത്രപ്രവർത്തനം നടത്തണമെന്നുള്ള എത്തിക്സിൽ കൂടെയാണ് പോയത്. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് കുറേ കാലങ്ങളിൽ കുറേ പരാമർശങ്ങൾ ചെയ്യേണ്ടി വന്നു.
കാരണം രാജേന്ദ്രൻ തുറന്നെഴുതുന്ന പ്രകൃതിയായിരുന്നു. അപ്പോൾ ജന്മഭൂമി അച്ഛൻ പറഞ്ഞത് വേണ്ട, നടത്തേണ്ട, കാരണം നമുക്ക് ഈ സാഹചര്യത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, സാമ്പത്തികം മോശമായി പോകുന്നൊരവസ്ഥയാണ്. പത്രം ജന്മഭൂമി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ടാകും? രാജേന്ദ്രനോ? അതെ, 50, 18 വയസ്സ്. 18 വയസ്സിലാണ് 18 വയസ്സിലാണ് തുടങ്ങിയത്. 50 ജനിച്ചു. 18 വയസ്സ് ഉള്ള സമയത്താണ് ജന്മഭൂമി തുടങ്ങിയത്. പിന്നീട് ജന്മഭൂമിയുടെ പോക്ക്, ജന്മഭൂമിയുടെ പ്രവർത്തനം തുടക്കം തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് വന്നിരുന്നത്. NI ദേവസിക്കുട്ടിയുടെ കോൾപ്പാടത്ത് രാഷ്ട്രീയ പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റുകാർ കയ്യേറി എന്ന് പറഞ്ഞിട്ട്, കോൾപ്പാടം ആണെന്ന് അവിടെ ഈ പറപ്പൂർ മറ്റേ ആ ഭാഗമൊക്കെ ഉണ്ട്, കാഞ്ഞാണി, കണ്ടശാങ്കടവ് തുടങ്ങിയ തൃശ്ശൂരിൻ്റെ തീരദേശ പ്രദേശങ്ങൾ, അവിടെ ഉള്ള കോൾപ്പാടങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടായി, കർഷക തൊഴിലാളികൾ കയ്യേറി, അവിടെ നിങ്ങൾ അത് ഒരുപാട് പകക്കെതിരായി, രാഷ്ട്രീയ വൈരത്തിനിടയായി. അത് രാജേന്ദ്രൻ അങ്ങനെ പാർട്ടിക്ക് അതീതമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ ഇതില്ലാതെ തന്നെ പല വാർത്തകളും കൊടുത്തിരുന്നു. പിന്നെ പ്രമുഖരായ വ്യവസായികളിലും അവരുടെ ഇൻവോൾവ്മെൻറ്റും ഈ ഒരുപാട് എന്താ പറയുക ഇല്ലീഗൽ മണി മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള കാര്യത്തെക്കുറിച്ച് തുറന്ന് പേരടക്കം ആൾ കൊടുത്തിരുന്നു. അതുകൊണ്ട് പരസ്യം കിട്ടില്ല. ജന്മഭൂമി നടത്തിക്കൊണ്ടുപോകാൻ പോലും ഉള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടായിരുന്നില്ല. എങ്കിലും ഇതൊരു മാന്യമായ തൊഴിലാണല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയിരുന്നതാണ്. പിന്നെ അതിനുശേഷം ജന്മഭൂമി കുറേ കാലം നടത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, സാമ്പത്തികം തീരെയില്ലാതെ. കാരണം അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടും വിറ്റിട്ടൊക്കെയാണ് നടത്തിയിരുന്നത്. എങ്കിൽ ആ പേര് അന്ന് തന്നെ ഒരു ആകർഷകമായൊരു പേരായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും പാർട്ടിക്കോ മറ്റാൾക്കോ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതേണ്ടി വരും. അത് പറ്റില്ല എന്ന് അച്ഛനും പറഞ്ഞു, രാജേന്ദ്രനും പറഞ്ഞിരുന്നു. അങ്ങനെ ജന്മഭൂമി കുറേ കാലം കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. അതായത് 1968 ഗാന്ധി സെൻറ്റിനറി സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജന്മഭൂമി സപ്ലിമെൻ്റൊക്കെ ഇറക്കി കുറേ പേര് പരസ്യം കൊടുത്തിരുന്നു. പിന്നെ അത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ബിസിനസ്സുകാരല്ല. ഒരു പത്രപ്രവർത്തകൻ ബിസിനസ്സുകാരനാവാൻ എളുപ്പമല്ല. അപ്പോൾ ഞാനും വാർത്തകൾ എഴുതാറുള്ള, ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും കറൻറ്റ് ബ്ലിറ്റ്സ് വീക്കിലി ഉണ്ടല്ലോ, ആ വീക്കിലികളൊക്കെ ഇന്നുണ്ടാകുന്ന വാർത്തകൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വാർത്തയായിട്ട് നമ്മളിവിടെ കൊടുക്കാറുണ്ട്. കാരണം 4 പേജുള്ള ഒരു സായാഹ്ന പത്രത്തിന് അത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കേരള ശബ്ദം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് എനിക്ക് തോന്നുന്നത് അന്ന് സുബ്രഹ്മണ്യം പോറ്റി, ജനാർദ്ദൻ കുറിപ്പൊക്കെയുള്ള സമയത്താന്ന് തോന്നുന്നുണ്ടോ, ആദ്യത്തെ ഒരു മാതൃകാ പത്രമായിരുന്നു കേരള ശബ്ദം. ഇത്രയും ബോൾഡായിട്ട് ഇഷ്യൂസ് കൊണ്ടുവരുന്ന ഒരു പ്രസിദ്ധീകരണം വേറെ കേരളത്തിലുണ്ടായിരുന്നില്ല. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും ഹൈ ലെവലായിരുന്നു. അപ്പോൾ വക്കീൽമാരും സുബ്രഹ്മണ്യം പോറ്റി ഒരുപാട് പേരുള്ള ഒരു പ്രസ്ഥാനമായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് അതൊരു മാതൃകയാക്കി എടുത്ത് അതെന്നും അതേപോലെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ജന്മഭൂമി നിർത്തേണ്ടി വന്ന്. അങ്ങനെ നവാബ് വെറുതെ തുഗ്ലക്കിനാണ് അതിൻ്റെ ആധാരം. തുഗ്ലക്ക് ചോൻ്റെ ഒരു മാസിക ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, ചോ രാമസ്വാമിയുടെ. തുഗ്ലക്ക് ഭരണാധികാരി എന്നുള്ള അർത്ഥം. അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് നവാബ് എന്ന് വന്നപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി. നവാബ് വാരിക എന്ന പേരിൽ അങ്ങനെ അറിഞ്ഞ്. പിന്നെ അതിൽ തന്നെ കുറേ ഇപ്പോൾ കോപ്പിയൊന്നും കയ്യിലില്ല. നവാബിൻ്റെ ഇല്ല, ഒന്നുമില്ല. അത് എവിടെ, അത് ആ ഒരു വീട്ടിൽ നിന്ന് താമസിക്കുന്ന സമയത്ത് അവിടെ കുറേ രാഷ്ട്രീയക്കാർ വന്ന വീട്ടിൽ തീയൊക്കെ ഇട്ടു. ആരുടെയും പേര് പറയുന്നില്ല. രാഷ്ട്രീയം അതിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഇഷ്ടമല്ലാത്ത വാർത്ത വന്നതിൻ്റെ പേരിൽ. അപ്പോൾ അതിനകത്ത് അഴിമതിയെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിരുന്നു. ഇന്ന ആൾ ഇന്നത് ചെയ്തു, കള്ളനോട്ടടിച്ചു, അങ്ങനെ പേരും അഡ്രസ്സും വെച്ചിട്ടേ ആൾ ചെയ്യുള്ളൂ. അങ്ങനെ അല്ലാണ്ട് ഇന്നിപ്പം നമ്മൾ പറഞ്ഞ മാതിരി അവിടെ ഇതിൻ്റെ ആ ഭാഗത്തുള്ള ജംഗ്ഷൻ്റെ അവിടെ ഒരു മാളിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കടയുടെ ഉടമസ്ഥൻ അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് അത് മാത്രം പേര് വെച്ചിട്ട് എഴുതുള്ളൂ. ഒരുപാട് പേര് അതുകൊണ്ട് ശത്രുതയുണ്ടായി. ഉദാഹരണത്തിന് ഒരു ABC എന്ന് പറഞ്ഞൊരാൾ എടപ്പള്ളി ജംഗ്ഷനിലോ അല്ലെങ്കിൽ മറ്റേ പാലാരിവട്ടം ജംഗ്ഷനിലോ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തി കള്ളനോട്ടടിച്ചു, എല്ലാം കൃത്യമായ തെളിവാട്ടോ. അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഫോട്ടോഗ്രാഫി ഇത്രയും വികസിച്ചിട്ടില്ല. ആ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ സെറോക്സിൻ്റെ ഒരു കോപ്പിയിങ് മെഷീനാണ്. ഈ ടോണർ വെച്ചിട്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. അതിനകത്ത് ഇതിൽ ട്രാൻസ്ഫർ വരുന്നതാണ് അതിനകത്ത്. അപ്പോൾ ഇത്രയും ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ഇമേജ് എടുക്കാനായിട്ട് ജെനുവിനാണെന്ന് തോന്നില്ല. അതുമാത്രമല്ല, ബ്ലോക്ക് എടുക്കുമ്പോൾ എച്ചിങ് ചെയ്യേണ്ടി വരും. എച്ചിങ് ചെയ്യുമ്പോൾ അക്ഷരങ്ങളൊക്കെ ഫോർജഡാണെന്ന് തോന്നും. മനസ്സിലായി? ഇപ്പം ട്രൂ കോപ്പി കിട്ടില്ലോ. ഇപ്പം മറ്റേത് കിട്ടില്ലായിരുന്നു. സെറോക്സിൻ്റെ ഒക്കെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ വന്ന ശേഷം മാത്രം ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ നടന്നും എല്ലാ ദിവസവും പ്രശ്നങ്ങളായിരുന്നു. പ്രശ്നങ്ങൾ വെച്ചാൽ നമുക്ക് വീട്ടിലെ അമ്മയും അച്ഛനും അച്ഛനൊന്നും അച്ഛനോടൊത്ത് ആരും പറയില്ല. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അച്യുതമേനോൻ.
മുഖ്യമന്ത്രി, ഒരുപാട് പേര്. അങ്ങനെ ശല്യത്തിനൊന്നും ആരും വരാറില്ല. ലോക്കലായിട്ടുള്ള കുറേ ആൾക്കാർ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലാണ്ട് അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല നടത്തണം എന്നുള്ളത്. ജന്മഭൂമി പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ BJPയുടെ ജന്മഭൂമി രാജേന്ദ്രൻ കൈമാറ്റം ചെയ്തതാണ്. BJPയുടെ അധ്യക്ഷൻ്റെ. അപ്പോൾ അന്ന് ഞാനിവിടെ ഇല്ലാന്ന് തോന്നുന്നു. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം K. രാമൻപിള്ള സാറിനാണത് ഹാൻഡ് ഓവർ ചെയ്തത് ഔദ്യോഗികമായിട്ട്. പിന്നെ വേറെ ആളുടെ ഏതോ ഒരു 2-3 പേരുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അതെല്ലാം ഔദ്യോഗികമായിട്ട് അവർക്കത് തുടങ്ങാനായിട്ടുള്ളത് കൊടുത്തു. നമ്മുടെ അവകാശം ഒഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണെന്ന് തോന്നുന്നു. അതെ, അല്ല, നവാബ് അതിന് മുമ്പേ തുടങ്ങിയിരുന്നു. ജന്മഭൂമി ഡെഡായി കിടക്കുമ്പോഴാണ് ഇത് കൊടുത്തത്. നവാബ് തുടങ്ങി. നവാബിൻ്റെ ആദ്യത്തെ ഇഷ്യൂവിൽ തന്നെ, അല്ല, ഏപ്രിൽ 1-ാം തീയതിയിലത്തെ ഇഷ്യൂ തന്നെ ആഭ്യന്തരമന്ത്രികരണം ആരും പ്രതിക്കൂട്ടിലായി. നവാബ് രാജേന്ദ്രൻ എന്നുള്ള പേരിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു പേരാണ് കരുണാകരൻ. അപ്പോൾ എന്താണ് അതേക്കുറിച്ച് പറയാം? അതെ, സത്യത്തിൽ പറഞ്ഞപ്പോൾ ഞാനതിൽ ഒരാളെയും വിമർശിക്കാനൊന്നും ഒരുങ്ങുന്നില്ല. കരുണാകരൻ തെറ്റ് ചെയ്തു, രാജേന്ദ്രൻ ചെയ്തു, അത് വേറെ വിഷയമാണ്. അതെ, നമുക്ക് നടന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് പ്രസിദ്ധീകരിച്ചു. ഈ വെള്ളാനിക്കര തട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് മണ്ണുത്തിക്കടുത്ത്. പീച്ചി മണ്ണുത്തി ഉണ്ടല്ലോ, കിഴക്കൻ മലയോരത്ത്. അപ്പോൾ അവിടെ കാർഷിക സർവകലാശാല സ്ഥാപിക്കാനായിട്ട് കുറേയധികം ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാനായിട്ടുള്ള തീരുമാനമായി. എനിക്ക് എത്രയാണെന്നുള്ള ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കേണ്ടി വരും. ആ സ്ഥലം അക്വയർ ചെയ്യുന്ന സമയത്ത് അതിന് അഡ്വാൻസ് കൊടുക്കാനൊക്കെ പുറപ്പെട്ടു. 2 കോടി രൂപയ്ക്കാണെന്ന് എൻ്റെ ഓർമ്മ. അന്നത്തെ കാലത്ത് 2 കോടി രൂപയ്ക്ക് വാങ്ങാനായിട്ട് തയ്യാറായി എന്നാണ് പറയുന്നത്. അതിൽ അഡ്വാൻസ് സർക്കാർ 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു ഡ്രൈ ലാൻഡ് ആയിരുന്നു, വെള്ളം കിട്ടില്ല. അങ്ങനെ രാജേന്ദ്രൻ അത് കണ്ടെത്തി. എല്ലാം കഴിഞ്ഞിട്ട് ഇത് വലിയ ഇഷ്യൂസൊക്കെ കൊണ്ടുവന്നപ്പോൾ KK രാമൻകുട്ടി ഉണ്ടായിരുന്നു, റവന്യൂ IAS. അങ്ങ് ഒരു എൻക്വയറി വെച്ചു ഇതിനെക്കുറിച്ച്. KK രാമൻകുട്ടി ഒട്ടും മോശം, അനുകൂലമല്ലാത്ത റിപ്പോർട്ട് എഴുതി. സർക്കാരിന് അനുകൂലമല്ലാത്തത് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല, ഈ ഭൂമി 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ആൾ തട്ടിൽ കൊച്ചൂർ ഇതിൻ്റെ ഫാമിലിയാണെന്നാണ് പറയണത്. അപ്പോൾ പറയണമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കാണാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ. ആ ഭൂമി തിരിച്ച് ഇവർ തന്നെ സർക്കാരിന് തന്നെ വിൽക്കുമ്പോൾ ഇത്തരം വിലയ്ക്ക് വിൽക്കുക എന്നുള്ളത് അന്യായമായൊരു അഴിമതിയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കരാറിൽ എഴുതി പിടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ പരിപാടിയായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ രാമൻകുട്ടിയെ അതിൻ്റെ വൈസ് ചാൻസലർ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറൊക്കെ വന്നെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതുണ്ട്. പുസ്തകത്തിനകത്തുണ്ട്, കമൽറാം സജീവിൻ്റെ ബുക്കിലുള്ളതാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല, ചെന്നൈയിലാണ്. അപ്പം ഇതിൻ്റെ ഈ രാജേന്ദ്രൻ്റെ കേസിൻ്റെ അത് കഴിഞ്ഞ സമയത്തേ ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ അതിനകത്ത് രണ്ടാമത് MU ഐസക്കിന് ജസ്റ്റിസ് കമ്മീഷനാക്കി വെച്ചു. ഐസക്ക് പറഞ്ഞു ഒരിക്കലും ഈ ഭൂമി വാങ്ങാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ടോട്ടൽ അഴിമതിയാണ്, ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്പം അതിനടുത്താണ് ഈ വിവാദമായ കത്ത് വന്നത്. ആ കത്ത് ഒരുപാട് കാലം ഞങ്ങളുടെ വീട്ടിനകത്ത് ഞാൻ പലപ്പോഴും എടുത്ത് നോക്കിയിട്ടുണ്ട്. പല ഒരു അനിഷ്ട സംഭവങ്ങൾക്കും ആധാരമായത് ആ കത്താണ്. ആ കത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കത്ത് എൻ്റെ നല്ല ഓർമ്മയുണ്ട്. ഗ്രീൻ ഇങ്ക് എപ്പോഴും ഓർമ്മ വരും എനിക്ക്. എംബോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോസിൻ പൗഡർ ഇട്ടിട്ട് പ്രിൻറ്റിങ് ചൂടാക്കി എടുക്കുന്നതാണ് എംബോസിങ്. അതാണ് സർക്കാർ മുദ്ര. കേരള സർക്കാർ 2 ആനയില്ലേ, അത് ഗ്രീൻ കളറിൽ വെച്ച് ഡേറ്റൊക്കെ ഇട്ട് ഇന്ന ആളോട് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി സോ ആൻഡ് സോ പ്ലീസ് പേ 15,000 ടു സോ ആൻഡ് സോ ദി പേഴ്സൺ. അങ്ങനെ മറ്റേ ആഭ്യന്തരമന്ത്രിയുടെ PA ആണെന്നാണ് പറഞ്ഞത്. അത് സൈൻ ചെയ്ത ഒരു ഒറിജിനൽ കത്തായിരുന്നു അത് കത്ത് ഒറിജിനൽ തന്നെയായിരുന്നു. അല്ല, എനിക്ക് കണ്ടാലറിയാലോ ഒറിജിനൽ എന്താണെന്നുള്ളത്. അങ്ങനെ ആ കത്ത് ഒരുപാട് കാലം ഞങ്ങളുടെ വീട്ടിലുള്ള വിശ്വചരിത്രാവലോകനം എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിനകത്താത് ഇരുന്നിരുന്നത്. ഒരു പോലീസ് വന്നിട്ടും ആ കത്ത് കണ്ടെത്താൻ പറ്റി. ഈ കത്തിന് വേണ്ടിയല്ലേ പോലീസ് അവിടെ? അന്ന് എന്താ സാർ ഉണ്ടായത് യഥാർത്ഥത്തിൽ? അന്ന് രാത്രി ഉണ്ടായി സെർച്ച് ചെയ്തു. അന്ന് ലൈറ്റ് ഇല്ല. ക്ലമൻറ്റ് ഈസ്റ്റ് ഫോർട്ട് SI ക്ലമൻറ്റ്, പിന്നെ പുലിക്കോടൻ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. മറ്റേ ജയറാം പടിക്കലൊന്നും വന്നിട്ടില്ല. ജയറാം പടിക്കൽ അവിടെ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് SP ആയിരുന്നല്ലോ. അങ്ങനെ എങ്ങനെയെങ്കിലും കത്ത് വീണ്ടെടുത്തപ്പോൾ ഒറിജിനൽ നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞല്ലോ. അതെ, ഇന്ന് ഒരു നിവൃത്തിയില്ല. ഒറിജിനൽ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് രാജേന്ദ്രനെ മജിസ്ട്രേറ്റ് ശിക്ഷിച്ചത്. ഫോർജറി ഡോക്യുമെൻ്റ് ആണെന്നുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നത്. ഒറിജിനൽ തട്ടിയെടുത്ത് കഴിഞ്ഞ് നശിപ്പിക്കുക. അപ്പം പിന്നെ വേറെ ഇസ് എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എവിഡൻസ് ഇല്ല. അപ്പം നിങ്ങൾ ഫോർജ് ചെയ്തു. ഇങ്ങനെയാണ് അതിൻ്റെ ആർഗ്യുമെൻ്റ് പോയത്. അപ്പോൾ ആ കത്ത് കുറകാലം ഇരുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് K. ശങ്കരനാരായണൻ ഇടപെട്ടത്. മറ്റേ സംഘടനാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ശങ്കരനാരായണനും രവീന്ദ്രവർമ്മ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇടപെട്ട് വലിയ മീറ്റിംഗ് പ്രതിഷേധമൊക്കെ ഉണ്ടായി. അന്ന് രാത്രി വീട് റെയ്ഡ് ചെയ്ത് ഈ കത്തിന് വേണ്ടി കിട്ടിയില്ല. രാജേന്ദ്ര സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയായിരുന്നു? അല്ല, അപ്പം തന്നെ വിട്ടയക്കുകയും ചെയ്തു എന്ന് എൻ്റെ ഓർമ്മ.
2 വിഭാഗമാണ്. ഒന്ന് ഡയറക്റ്റ് പോലീസായിട്ടുള്ളത്, 2 ക്രൈംബ്രാഞ്ചിൻ്റെ KLH-12 എന്ന കാറ്. KLX-12 അതിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്. അതിനകത്താണ് കൊണ്ടുപോയത്. അതിനകത്ത് അത് ഒരു ലീഗലായിട്ടുള്ള ഒരു കസ്റ്റഡി അല്ല, അത് മനസ്സിലായി, ഇല്ലീഗൽ ആയിട്ടുള്ള ആയിരുന്നു എന്നത്. നവാബ് രാജേന്ദ്രന്റെ തൃശൂർ വാരിയം ലൈൻ റോഡിലുള്ള ആ പ്രിന്റിംഗ് പ്രസ് ഇപ്പോൾ മറ്റൊരാളുടെ ഉടമസ്ഥതയിൽ എസൻസ് പ്രിന്റേഴ്സ് എന്ന പേരിൽ അതേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. നവാബിന്റെ 3 പ്രിന്റിംഗ് മെഷീനുകളിൽ 2 എണ്ണം സ്ഥലപരിമിതി കാരണം വിറ്റു. മറ്റൊരെണ്ണം നവാബിന്റെ ഓർമ്മയ്ക്കായി ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കാലങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും അതിപ്പോഴും പ്രവർത്തനക്ഷമമാണ്. പേര് ശിവൻ പി നായർ. ജനിച്ചത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശ്രമത്തിൻ്റെ അടുത്ത് ഏകദേശം. അവിടെ നിന്ന് അവിടെ തന്നെ പഠിച്ചു, അവിടെ തന്നെ ജോലി ചെയ്തു, പ്രസ്സിൽ ജോലി ചെയ്തു. അവിടെ തന്നെ പ്രബുദ്ധ കേരളം പ്രസ്സിൽ ജോലി ചെയ്തുള്ളൂ. അവിടെ ഏകദേശം ഒരു 4-5 കൊല്ലം പണിതിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രബുദ്ധ കേരളം പ്രസ്സിൽ ബൈൻഡറുണ്ട്, പേര് ബാലകൃഷ്ണൻ നായർ എന്ന അങ്ങനത്തെ കൊണ്ടാണ് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം മുഖാന്തരം നിനക്ക്, അപ്പോൾ ഞാൻ കൊച്ചുകുട്ടിയാണ്, ഏകദേശം ഒരു 28-30 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്താണ് ഈ സ്ഥാപനം മേടിക്കണത്. അതിനുശേഷം മാഷ് വന്നിട്ട് ഇവിടെ ഒരു TC അന്തോണി എന്നുള്ളൊരു പേരുള്ള ഒരു ചങ്ങാതിയുടെ സ്ഥാപനമായിരുന്നത്. അതിന് മുമ്പ് നവാബ് രാജേന്ദ്രൻ്റെ പ്രസ്സായിരുന്നു പണ്ട് ആദ്യകാലങ്ങളിൽ. കരുണാകരൻ്റെ മറ്റേ ജീവചരിത്രമൊക്കെ അച്ചടിച്ചിറക്കിയിരുന്ന പ്രസ്സായിരുന്നു പണ്ട് കാലങ്ങളിൽ. ട്രെഡിൽ എന്നുള്ള പഴയ പ്രസ് മാത്രമേ അന്നേരത്തിലുണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇപ്പോൾ ഓഫ്സെറ്റൊന്നും ഇല്ല. അതിനുശേഷം മോഡേണായിട്ട് കമ്പ്യൂട്ടറും ഓഫ്സെറ്റും കാര്യങ്ങളൊക്കെ ആയി. ആ സമയത്ത് 3 മെഷീൻ പണ്ട് കാലങ്ങളിലേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ സ്മരണയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 ഓൾറെഡി ഇപ്പോൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനുശേഷം ഓഫ്സെറ്റും മറ്റേ കമ്പ്യൂട്ടറും സംഗതികളും എല്ലാം കൂടിയിട്ട് സെറ്റിൽമെൻ്റായിട്ട് ഇപ്പം നടത്തി പോണു. ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 45 വർഷത്തിൻ്റെ മേലെയായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വാങ്ങാനുള്ള സാഹചര്യം ഒന്ന് പറയാമോ? സാഹചര്യം നവാബ് രാജേന്ദ്രൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. ഇപ്പം ഗൾഫിൽ പോയിട്ടുള്ള പൈസ കൊണ്ട് മേടിച്ചതാണ്. ഏകദേശം 45 കൊല്ലത്തിൻ്റെ മേലെയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഭാരത് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്നു. അവിടെ തന്നെ കിടന്നുറങ്ങും. കഷായ വസ്ത്രം ധരിച്ച് പാൻറ്റും ജുബയും ഒക്കെ ആയിട്ട് നടന്നിരുന്നു. താടിയൊക്കെ തളത്തേക്ക് നല്ല ഓർമ്മയിട്ട് നല്ല രീതിയിലാണ് നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയൻ രാമദാസാണ് ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടായിട്ട് ഇവിടെ വരാറും പോവാറും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. നവാബ് രാജേന്ദ്രൻ സാറിൻ്റെ ഓർമ്മയെക്കുറിച്ചൊന്ന് പറയാമോ? നവാബ് രാജേന്ദ്രൻ്റെ അത്ര ഓർമ്മയില്ല. എനിക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എൻ്റെക്കാൾ എത്രയോ പ്രായം മുകളിലുള്ള ആളാണ്. നവാബ് രാജേന്ദ്രൻ്റെ ഓർമ്മയെ പറ്റിയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ഭാരത് ഹോട്ടലിൻ്റെ മുമ്പിൽ ഭക്ഷണം കഴിച്ചു. അവിടെ തന്നെ കിടന്നു. മറ്റേ കരുണാകരൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മറ്റേ ജീവചരിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി അച്ചടിച്ച് ഇറക്കിയിരുന്നത് സ്ഥാപനമായിരുന്നു ഇത് പണ്ട് കാലത്ത്. അത് ട്രെഡിലെന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് അല്ല, സാധാ മെഷീൻ. നവാബുമായി ബന്ധപ്പെട്ട അപൂർവമായ ചിത്രങ്ങളും രാംദാസ് മേനോൻ ഞങ്ങൾക്ക് നൽകി.
ഞാനും ഒരു ഇഷ്യൂ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരാൾക്കും ഒരു ഡിഫമേഷൻ വരാൻ പാടില്ല. അത് നമ്മുടെ പഠിച്ചൊരു ജേർണലിസത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളും കൂടിയാണ്. നമ്മളുടെ വാക്കുകളെ കൊണ്ടോ മറ്റാളത് ക്രൈം ചെയ്തു എന്ന് തെളിയിക്കാനോ അങ്ങനെയൊന്നും ഒരാളെ പറ്റാത്തൊരു കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങളും പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ കാര്യം. മനസ്സിലായി. അപ്പം ഇപ്പോൾ കരുണാകരൻ അതിനകത്ത് ഇൻവോൾവ് ആയില്ല എന്നൊന്നും ഞാൻ അതിനകത്ത് ആർഗ്യുമെൻ്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ കരുണാകരൻ്റെ ആയിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യക്തിപരമായ കരുണാകരൻ നമുക്ക് ദ്രോഹം ചെയ്തു എന്നൊന്നും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. രാജേന്ദ്രൻ മരിച്ച ശേഷം പലരും ചോദിച്ചു അവിടെ വെച്ചിട്ട്, ഡെഡ് ബോഡി ഞാനാണ് രാജേന്ദ്രൻ്റെ ആവശ്യപ്രകാരം ഈ പുസ്തകത്തിലുണ്ട്. അതിനകത്ത് എൻ്റെ ബോഡി ഞങ്ങൾ ഹിന്ദുക്കളാണ്, നമ്മുടെ ആചാരക്രമങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യേണ്ട ഒരാളാണ് ഞാനത് ഉപേക്ഷിച്ചിട്ടാണ് രാജേന്ദ്രൻ്റെ ബോഡി ഞാൻ മോർച്ചറിയിലേക്ക് കൊടുത്തത്. ആ കൊടുത്ത സമയത്തും കുറേ പത്രത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് മീഡിയ മറ്റേ ഇതിൽ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടോ, അതായത് ഞാൻ പറയണമായിരുന്നു ഇങ്ങനെ കരുണാകരൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഞാൻ മരിച്ചു. ഇതേ കരുണാകരനാണ് രാജേന്ദ്രൻ സാറിനെ ഒരു സ്ഥിരം വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടു. ശല്യക്കാരനായ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് പി വി അയ്യപ്പൻ എന്നെ മുഖാന്തരം, അഡ്വക്കേറ്റ് ജനറൽ പി വി അയ്യപ്പനായിരുന്നു, മുഖാന്തരം കൊടുത്തു. അത് ജസ്റ്റിസ് കെ സുകുമാരൻ തള്ളിക്കളഞ്ഞു. വെക്സേഷ്യസ് ലിറ്റിഗൻ്റ് എന്നുള്ളതാക്കി പറ്റില്ല. അത് കാരണം രാജേന്ദ്രൻ പലർക്കും വേണ്ടി വാദിച്ചിട്ടുണ്ട്, പലരെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. വക്കം പുരുഷോത്തമൻ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം, അങ്ങനെ ഒരുപാട് കേസുകൾ. ആ സമയത്തൊന്നും ഞാനിവിടെ ഇല്ല, പ്രസൻ്റ് അല്ല. കാരണം ഞാൻ അന്ന് ചെന്നൈയിൽ പോയി, വീടൊക്കെ പോയപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥലമായിരുന്നല്ലോ. ഈ വീട് പോയ സാഹചര്യം കൂടി നമുക്ക് അവിടെ വീട് പോയത് ജപ്തി തന്നെ. ഈ ബാങ്കിൽ നിന്ന് അത് ആരുടെയും കുറ്റമല്ല. അത് പണയം വെച്ചു മറുപണയം വെച്ചു, അങ്ങനെ ബാങ്കിൽ പണവും പലിശ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് അത് ബാങ്ക് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വന്ന് വേറൊരാളത് വാങ്ങിച്ച് നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അതിനിപ്പോൾ ആരെയും ഇത് കരുണാകരനോ ആർക്കും ഇതിനകത്തൊരു ബന്ധമില്ല. പക്ഷെ അതിനുശേഷം ഈ ഇറങ്ങിയതിന് ശേഷം എങ്ങോട്ടാണ് പോയത് അച്ഛനും അമ്മയും? ഞാൻ ചെന്നൈയിൽ പോയി. ഇപ്പം എൻ്റെ ഒരു ബന്ധു ഗുരുവായൂരുണ്ട്, അവിടെ താമസിച്ചു. അച്ഛൻ മരിച്ചു, അപ്പോഴേക്കും 74 മരിച്ചു. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 84 അമ്മ മരിച്ചു. അമ്മ ചെന്നൈയിലായിരുന്നു. രാജേന്ദ്രൻ പിന്നെ എപ്പോഴും വാണ്ടറിങ് ആണ്, ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലുമായിട്ട്. ഇവിടെ വീട്ടുണ്ടെങ്കിലും വീട്ടിലുണ്ടാവാറില്ല. KSRTC സ്റ്റാൻഡ് തുടങ്ങി പല പൊതുസ്ഥലങ്ങളിൽ ആൾ സഞ്ചരിക്കുന്ന ആളെ. എപ്പോൾ വീട്ടിൽ വരുന്നോ എപ്പോൾ പോകുന്നൊന്നും അറിയില്ല. പല ഫയലുകളും കോൺഫിഡൻഷ്യൽ ഫയലുകളും കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്, സർക്കാർ മുറയിലുള്ളത്. എവിടെ നിന്നാണ് കിട്ടണത് എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ ചോദിക്കാറുമില്ല. അപ്പം അങ്ങനെ ഈ ഒരു പ്രത്യേകതയിൽ നോക്കിയപ്പോൾ തുടർന്ന് പോകാൻ അത്രയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ സ്കൂപ്പ് ജേർണലിസത്തിൻ്റെ മാക്സിമത്തിൽ കൊണ്ടെത്തിച്ചു രാജേന്ദ്രൻ. അതിലൊരു പേര് മറക്കാണ്ട് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഈ കത്ത് കിട്ടി, ആ കത്ത് അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റാതെ, ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും അതൊന്ന് ബ്ലോക്ക് ഉണ്ടാക്കുകയായിരുന്നു അതിൻ്റെ പ്രത്യേകത. ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ കൊണ്ട് ക്ലാരിറ്റി കുറയും. അപ്പോൾ അതൊരു ഫോർജറി ഡോക്യുമെൻ്റാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ആരെടുത്താലും വരുള്ളൂ. ഇപ്പോഴത്തെ അത്ര ഒറിജിനൽ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്ത് അത് ഫോർജറാന്ന് പറഞ്ഞാൽ പിന്നെ ജെനുവിൻ ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് അത് കിട്ടാനായിട്ടുള്ള ശ്രമങ്ങളായി തുടങ്ങി പല ഭാഗത്തുനിന്നും. ആർക്കൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടായിരുന്നു ആ കത്ത് പുറത്തു വരരുതെന്നും കത്ത് തെളിയിക്കരുതെന്നും. വീരേന്ദ്രമേനോനാണ് കേസ് ഏറ്റെടുത്തത്. നമ്മുടെ ഇപ്പോഴത്തെ വിജയഭാനുവിൻ്റെ അച്ഛൻ, മറ്റേ ക്രിമിനൽ ലോയർ ഉണ്ടല്ലോ, പി വിജയഭാനുവിൻ്റെ അച്ഛൻ. ഞങ്ങൾ എല്ലാ ദിവസവും പോകാറുണ്ട്. അന്നൊക്കെ നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു. വീരേന്ദ്രമേനോൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. നമ്മളെ കേസിനുപരിയായിട്ട് വ്യക്തിപരമായ ഭക്ഷണത്തിനോ കാര്യങ്ങൾക്കോ കോടതിയിൽ പോകുമ്പോഴുള്ള ഒരു പൈസ പോലും ഫീസ് വാങ്ങിയിട്ടില്ല. അങ്ങനെ വല്ലാത്ത കാര്യം. ഇത് സ്റ്റേറ്റിനെതിരായിട്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. നിസ്സാരമൊന്നുമല്ല. സ്റ്റേറ്റ് മീൻസ് ഹോം മിനിസ്ട്രി. ആഭ്യന്തര മന്ത്രാലയത്തിനെതിരായിട്ട് ഒരാൾ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന നിസ്സാര കാര്യമൊന്നുമില്ല. രാജേന്ദ്രൻ എന്ന് പറയുന്ന പയ്യൻ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ, അദ്ദേഹം കാണുമ്പോഴൊക്കെ, ഞാൻ അദ്ദേഹത്തിനെ കണ്ട ഓർമ്മയില്ല, വീഡിയോയിലൊക്കെ കണ്ട ഓർമ്മയുള്ളൂ, പക്ഷേ അദ്ദേഹം എപ്പോഴും നിശബ്ദനായിരുന്നു. എന്ന് മുതലാണ് അദ്ദേഹത്തിന് ആ നിശബ്ദത? അത് കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ആയിരുന്നോ, അതോ അനുഭവങ്ങളാണോ അദ്ദേഹത്തെ? അനുഭവങ്ങളുണ്ടായിരിക്കാം. മറ്റേ ജയിലിൽ കസ്റ്റഡിയിലെടുത്തതും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി KLS 12 എന്നുള്ള ആ കാറിൽ കൊണ്ടുപോയിട്ട് അത് അഴീക്കോടൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ല, അത് ഈ അഴീക്കോടൻ ഈ കത്ത് തൻ്റെ കൈവശമുണ്ടെന്ന് അഴീക്കോടൻ പറയുകയാണ്. അങ്ങനെയായിരുന്നല്ലോ? അങ്ങനെ പറഞ്ഞിരുന്നു. അന്ന് രാത്രി, അതായത് കത്ത് കൈമാറാമെന്ന് പറയുന്ന എൻ്റെ തലേ ദിവസം രാത്രിയാണല്ലോ അദ്ദേഹം കുത്തേറ്റ് മരിക്കുന്നത്. എന്തായിരുന്നു സാർ അത്? അത് ശരിക്കും പറഞ്ഞാൽ അഴീക്കോടൻ രാഘവൻ്റെ വീട്ടിലേക്ക് ഈ വാരിജാക്ഷൻ തുടങ്ങിയ SIമാരും എല്ലാവരും കൂടി രാജേന്ദ്രന് അഴീക്കോടൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ണൂർ വീട്ടിൽ പോയി അപ്പോൾ അവർക്ക് ആവശ്യം ആ കത്തെടുക്കലായിരുന്നു. എങ്ങനെയെങ്കിലും അതിൻ്റെ ഒറിജിനൽ നശിപ്പിക്കുക. പിന്നെ തെളിവില്ലല്ലോ, പോയില്ലേ. ആ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ പോയാൽ പിന്നെ അതോടുകൂട്ട് ഒരു തെളിവും രാജേന്ദ്രന് അനുകൂലമായിട്ട് വരില്ല. അതായിരുന്നു ആവശ്യം. അങ്ങനെ കണ്ണൂർ പോയി അഴീക്കോടൻ്റെ വീട്ടിൽ രാത്രി, ആ കഥയൊക്കെ അറിയാമല്ലോ, രാത്രി കൊണ്ടുപോയി
അവിടെ ചെന്ന് അഴീക്കോടനെ കണ്ടു. അഴീക്കോടനെ കണ്ട സമയത്ത് അഴീക്കോടന് കാര്യം മനസ്സിലായപ്പോൾ പറഞ്ഞു, കത്ത് എൻ്റെ കയ്യിലുണ്ട്, EMSൻ്റെയും കയ്യിലുണ്ടാവും, ഞങ്ങൾ രണ്ടുപേരെയും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വിട്ടു വന്ന ശേഷം അപ്പോൾ അഴീക്കോടൻ്റെ കയ്യിലുണ്ടെന്നാണ് ധാരണ. പക്ഷെ ആ കത്ത് വീട്ടിലായിരുന്നു, നമ്മുടെ വീട്ടിലായിരുന്നു. രാജേന്ദ്ര സാറിനെ രക്ഷിക്കാൻ വേണ്ടി അഴീക്കോടൻ നുണ പറഞ്ഞാണത്. ആ രാത്രിയിൽ വീരേന്ദ്രമേൻ്റെ ജൂനിയറാന്ന് പറഞ്ഞിട്ട് വാരിജാഷൻ എന്ന് പറഞ്ഞ SI വിഷം കിട്ടി. ആ സമയത്ത് ആ മർദ്ദനൊക്കെ ഉണ്ടായത് വരുന്ന സമയത്ത് അവിടുന്ന് വരുമ്പോൾ. അത് വന്നു കഴിഞ്ഞാൽ അത് ഈ രാജേന്ദ്രൻ സാറിനെ കസ്റ്റഡിയിലെടുത്താണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതെ. ആ പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ ക്രൂരമായും തിരിച്ചു വരുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് അല്ല എന്നാ പറഞ്ഞത് എന്നോട്. വരുമ്പോഴാണ്. കാരണം പോകുന്ന വഴിക്ക് കത്ത് കിട്ടുന്നായിരുന്നല്ലോ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മർദ്ദനത്തിൻ്റെ ആവശ്യമില്ല. കാരണം അച്യുതമേനോൻ അപ്പോഴും സ്ട്രോങ് ഫോഴ്സായിട്ട് നിൽക്കുകയാണ് ചീഫ് മിനിസ്റ്റർ. രാജേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അച്യുതമേനോൻ അതിനകത്ത് അച്ഛനായിട്ടുള്ള അത്രയ്ക്ക് അടുത്ത ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അച്യുതമേനെ കവർ ചെയ്തിട്ട് അന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഒന്ന് മിരട്ടുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാണ്ട് ബ്രൂട്ടൽ കില്ലിങ്ങോ അങ്ങനത്തെ ഉള്ളൊരു ടോർച്ചറൊന്നും അങ്ങ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരികെ മടങ്ങി വരുന്ന വഴിക്ക് ഇതിപ്പോൾ പോലീസ് വാനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പറയാൻ വേറെ ഒന്നുമില്ലല്ലോ. ആ കാലഘട്ടം തെളിവില്ല, മൊബൈലില്ല, അപ്പം മറ്റേ CCTV ക്യാമറ ഇല്ല, ഒന്നുമില്ല. ഒരു ഗാഡ്ജറ്റും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പോകുമ്പോൾ സ്വാഭാവികം. ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് കത്ത് ഇവിടെ ഉണ്ട്, വീട്ടിലിരിക്കുക. അതിനകത്ത് തന്നെ ആ പുസ്തകത്തിന്റെ ഏതോ കവർ പേജ് ഉണ്ട്, ജാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ കത്തിരിക്കുന്നുണ്ട്. ആ കത്തിന്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ ആകെ. അതായത് A5 സൈസ് വല്ല അതിലും ചെറിയ സൈസാണ്. അതിങ്ങനെ ഇതിനകത്ത് അങ്ങനെ ഒരു ദിവസം അത് നാലാക്കി മടക്കി രാജേന്ദ്രൻ. അഴീക്കോടൻ രാഘവനെ ഞാനും രാജേന്ദ്രനും എറണാകുളത്ത് വെച്ചാണ് കണ്ടത്. മരിക്കുന്ന ദിവസം അഴീക്കോടൻ മരിക്കുന്ന ദിവസം മാരുതി വിലാസ് ലോഡ്ജിൽ പോയി. അവിടെ മറ്റേ പ്രസ് ക്ലബ് റോഡിൽ മാരുതി വിലാസ് ഉണ്ടല്ലോ, അവിടെ പോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ കത്ത് എങ്ങനെയും കോടതിയിൽ ഹാജരാക്കണം, നിയമസഭയിൽ ഹാജരാക്കണം എന്നായിരുന്നു പരിപാടി. അപ്പോൾ അഴീക്കോടൻ നിയമസഭയിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു എൻ്റെ പുറത്ത് സൈൻ ചെയ്തിട്ട്. അഴീക്കോടനും EMS നമ്പൂതിരിപ്പാടും ചേർന്ന് സൈൻ ചെയ്ത് ഹാജരാക്കാമെന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നു. അപ്പോഴാണ് EMSൻ്റെ അഭിപ്രായം അത് വേണ്ട, നമുക്ക് കോടതിയിലാവാമെന്ന് പറഞ്ഞത് സൈൻ ചെയ്തിട്ട്. അപ്പോൾ കുറേ കൂടി സെക്യൂർഡ് ആണല്ലോ കോടതി. അങ്ങനെ തീരുമാനിച്ച് വന്ന് അന്ന് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അന്ന് ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണ പയ്യന്നൂർ ഫാസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. KSRTC ഇതിനേക്കാളും മെച്ചപ്പെട്ട നിലയായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം. പക്ഷേ ഒരു ക്യൂ സിസ്റ്റം ആയിരുന്നു. ആദ്യത്തെ 10 പേര് കയറിയാൽ പിന്നെ അതിൽ സീറ്റില്ലെങ്കിൽ അടുത്ത വണ്ടി എന്നിട്ടേ കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ വണ്ടിയിൽ അഴീക്കോടൻ കയറി. ഇങ്ങനെ പറഞ്ഞ മഴയുണ്ട് ചെറുതായിട്ട്. അപ്പോഴേക്കും KSRTC എംപ്ലോയീസ് യൂണിയനിൽപ്പെട്ട ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. ആ സീറ്റ് സൈഡ് സീറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നിൽക്കുക അടുത്ത വണ്ടി വരണമെങ്കിൽ കുറേ നേരമാവും. അങ്ങനെ ഞാൻ അടുത്ത വണ്ടി 9:30 10 മണി സമയം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, നൈറ്റാണ്. അവിടെ വന്നിറങ്ങി. രാജേന്ദ്രൻ K ശങ്കരനാരായണൻ്റെ കൂടെ, മറ്റേ സംഘടനാ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന മഹാരാഷ്ട്ര ഗവർണറായിരുന്നല്ലോ, അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. ശങ്കരനാരായണൻ രവീന്ദ്രവർമ്മ ഉണ്ടായിരുന്നു, മാവേലിക്കരയുള്ള മറ്റേ മിനിസ്റ്ററായിരുന്ന ആൾ, സെൻട്രൽ മിനിസ്ട്രിയിൽ. അവരുടെ കൂടെ കാറിൽ അവിടുന്ന് എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടെ ഇറങ്ങുകയാണ്, ഇവിടെ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുമ്പിലായിട്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് രാമനിലയം പോകണം, രാജേന്ദ്രന് വീട്ടിലേക്കും വരണം. ഞാൻ അതിന് മുൻപ് തന്നെ ചെട്ടിയങ്ങാടിയിൽ ബസ്സിറങ്ങിയ സമയത്ത് വലിയ നിശബ്ദത, ലൈറ്റൊന്നും ഇല്ല, മഴ പെയ്യുന്നുണ്ട്. രാത്രി എനിക്ക് 9:30 ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ, 9:30 മുൻപല്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവിടെ ഒരു ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഒരു കട, ജനതാ സൈക്കിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അതിൻ്റെ മുകളിലാണ് മറ്റേ ആര്യൻ ഗ്രൂപ്പിൻ്റെ ഓഫീസ്. AV ആര്യൻ്റെ മറ്റേ അതിൽ കുറേ ലിബർട്ടി, നന്ദകുമാർ, കുറേ ആൾക്കാരുണ്ട്. അവർ കുറച്ചും കൂടി അഗ്രസീവായിരുന്നു, അവരുടെ പാർട്ടിയുടെ പോളിസി ആയിരിക്കാം. താഴെ വെച്ച് കുത്തി. അങ്ങനെ കുത്തിയതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമുക്കറിയില്ല. ഞാൻ അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് വലിയ നിശബ്ദത, അവിടെ മഴ പെയ്യുന്നുണ്ട്, എന്തോ ഒരു ദുരന്തം നടന്നൊരു പ്രതീതി. ഞാൻ കാര്യമായിട്ടില്ല, ലൈറ്റില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല കാര്യമായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട്, ചെട്ടിയങ്ങാടി ജംഗ്ഷൻ ഇറങ്ങിയ പുറകിലേക്ക് പോകുന്ന പ്രീമിയർ ലോഡ്ജാണ്. മറ്റേ ആ റോഡ് കഴിഞ്ഞിട്ട് പോകണം, കൊടുങ്ങല്ലൂർ പോണ റോഡുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ് ആ റോഡിൽ കൂടെ പോയാലാണ് ഈ പ്രീമിയറിലെത്തുക. അപ്പം ഞങ്ങളവിടെ സ്ഥിരമായിട്ടൊരു ഹോട്ടലിൽ, ക്രസൻറ്റ് ഹോട്ടലുണ്ട്, മലപ്പുറത്തുകാരാണ്. അവിടെ എന്നും ചായ കുടിക്കും. അങ്ങനെ രാത്രി കമ്പനിയൊക്കെ ഉണ്ടാവും, എല്ലാവരും സിഗരറ്റ് വലിച്ചും കാപ്പി കുടിച്ചിട്ടൊക്കെ സമയം കളയുന്ന ഒരു സ്ഥലമാണ്, മിഡ് നൈറ്റിലൊക്കെ. അവിടെ ചെന്നിറങ്ങി ഇപ്പോൾ ഷട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കരീമാണെന്ന് തോന്നുന്നു പേര്. അങ്ങോട്ട് പറഞ്ഞു അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചായയൊന്നുമില്ല, കട്ടൻ കാപ്പി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടൻ കാപ്പി കുടിച്ചു. ഞാൻ ചോദിച്ചു എന്താ ഒരു പ്രത്യേകത, ഒരു മൗനം, വല്ലാത്തൊരു നിശബ്ദത മാതിരി ഉണ്ടല്ലോ ആകെ, എന്താ സംഭവിച്ചത്?
അറിഞ്ഞില്ലേ അഴീക്കോടൻ രാഘവനെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞു. ഞാൻ ആകെ ശരിക്കും ഷോക്കായി. എറണാകുളം 2.5 മണിക്കൂർ ഡിഫറൻസാണ് എറണാകുളം തൃശ്ശൂരായിട്ട് മാക്സിമം വരുള്ളൂ. ഇതിനിടയ്ക്കാണ് ഈ 2 മണിക്കൂറിനിടയ്ക്ക് ഞാനപ്പോൾ കാണുന്നത് മിക്കവാറും അഴീക്കോടനെ കാണുന്നത് 7 മണിക്കാണെന്ന് എൻ്റെ ഓർമ്മ. നൈറ്റ് KSRTC സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്ന സമയം 7 മണിയായിരിക്കും. ആ 7 മണിക്ക് അഴീക്കോടനെ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങുന്ന സമയത്ത് കുത്തു നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 9:30 കുത്തിയിട്ടുണ്ടാവുക. അത് കൃത്യം പാർട്ടി ഓഫീസിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ നവാബ് രാജേന്ദ്രൻ സാർ സൂക്ഷിച്ചിരുന്ന ഈ കത്ത് അഴീക്കോടൻ്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും അത് നിയമസഭയിൽ എത്താതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കണമല്ലോ. പക്ഷെ അത് പാർട്ടിയുടെ അറിവോടെ അല്ലാതെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പാർട്ടിയുടെ ഓഫീസിൻ്റെ താഴെ വരുമ്പോൾ ആ പാർട്ടിയല്ല, CPM അല്ല, അത് മറ്റേ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി. CPM അല്ല. CPM-ൻ്റെ പാർട്ടി ഓഫീസ് പടിഞ്ഞാറ് നടക്കാവില്ല. KK മാമക്കുട്ടിക്ക് അന്ന് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇത് മറ്റേ വിപ്ലവകാരികളായിട്ടുള്ള നക്സലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അങ്ങനെ എന്തോ ഒരു പാർട്ടിയുടെ ഇതായിരുന്നു, AV ആര്യൻ്റെ സംഘടന. അവരുടെ ഓഫീസിൻ്റെ താഴെ ചുമട്ട് തൊഴിലാളി യൂണിയനാണെന്ന് തോന്നുന്നു. അത് ഇപ്പം ആ പാർട്ടി അങ്ങനെ കാര്യമായിട്ടില്ലായിട്ട് എനിക്കറിയില്ല. പിന്നീട് എന്തുണ്ടായി സാർ? അത് കഴിഞ്ഞ് ആ ഈ കുത്തി വീഴ്ത്തി എന്ന് പറഞ്ഞു. വീഴ്ത്തിയിട്ട് ബാഗ് കാണാനില്ല. അതായത് അഴീക്കോടൻ്റെ എപ്പോഴും ഒരു ബാഗ് ഉണ്ടായി, ഇത്രേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ കഷത്ത് വെച്ചേ നടക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാർ അഴീക്കോടൻ നടക്കേണ്ടത് ഒരു 5-6 ബെൻസ് കാറിൻ്റെ അകമ്പടിയോടെ നടക്കേണ്ട ഒരാളാണ് അഴീക്കോടൻ. ലൈസൻസ് കമ്മിറ്റി കൺവീനർ എന്നുള്ള നിലയ്ക്ക് മന്ത്രിമാരെ നിയന്ത്രിക്കാനുള്ള അവകാശമുള്ള ആൾ വേറൊരു മുണ്ടും ഒരു ഷർട്ടും ഒരു കണ്ണടയും മറ്റേ ഇതുപോലും ഇല്ല, വാച്ചുണ്ട്, പിന്നെ ഈ ഒരു ബാഗും ഉണ്ടാവും. നടന്ന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോകുന്നൊരു സാധാരണ വ്യക്തിയാണ് ആൾ അഴീക്കോടൻ്റെ. ആ ബാഗ് കാരണം ഈ മരിച്ചു കിടക്കുന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് ഈ അവിടെ വെച്ച ബാഗ് നഷ്ടപ്പെട്ടു എന്നറിയണത്. ആ ബാഗ് പിന്നീട് കിട്ടിയിട്ടുണ്ടോ പോലീസിന്റെ? കിട്ടിയാലും അതിനകത്ത് ഒന്നുമില്ല. കിട്ടിയിട്ടുണ്ടാവും, അറിയില്ല. അത് നമുക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ. അവർ ബാഗ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. കാരണം ഞാൻ അവിടെ നിന്ന് എറണാകുളത്ത് കണ്ടതാണ്. ചെറിയൊരു ബാഗ്. എപ്പോഴും അഴീക്കോടിൻ്റെ സന്തത സഹചാരിയാണ് ആ ബാഗ്. അതില്ലാതെ അഴീക്കോടിനെ കാണാൻ പറ്റില്ല. ഇത്രയ്ക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിൽ പോലും കണ്ടിട്ടില്ല. അത്ര നല്ലൊരു മനുഷ്യനാണ്. പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അച്ഛനായിട്ടുള്ള ബന്ധങ്ങൾ. അങ്ങനെ രാജേന്ദ്രന് പരിചയം. അല്ലാണ്ട് രാജേന്ദ്രനായിട്ട് അഴീക്കോടനായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. അച്ഛനോടുള്ള ഒരു മലബാറുകാരാണല്ലോ അവരൊക്കെ. അതെ അതെ അതെ. അങ്ങനെ അത് കഴിഞ്ഞ് വീണിട്ട് അപ്പോഴാണ് ഇത് പിന്നെ പറഞ്ഞു കേട്ട. അപ്പോൾ എപ്പോഴേക്കും വേഗം ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞു നീ തന്നെ പോകണ്ട, കാരണം DCC ഓഫീസ് അടുത്താണ്. ഈ ക്രസൻറ്റ് ഹോട്ടലിൽ അവിടെ നിന്ന് കുറുപ്പം റോഡ് കയറിയ റൈറ്റ് സൈഡിലാണ് DCC ഓഫീസ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് എന്നെ അന്ന് വണ്ടിയോ ബൈക്കോ ഒന്നുമില്ല, അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ രാജേന്ദ്രനെ ഫോൺ വിളിക്കാനൊന്നും മാർഗമില്ല, കാരണം മൊബൈലില്ലല്ലോ, ഒരു ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അവിടെ കൊണ്ടാക്കിയ വേഗം പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവിടെ സംഭവിച്ചത് ഈ ബാഗ് മിസ്സിങ് ആണെന്ന് കണ്ടു. അത് വേണമെങ്കിൽ പറയാൻ എത്രയോ ചാൻസ് ഉണ്ട്. എന്താണെന്നറിയോ? ഒരാൾ കുത്തേറ്റ് മരിക്കുമ്പോൾ ബാഗ് തെറിച്ച് പോയിട്ടുണ്ടാവും എന്ന് പറയാം, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളായിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നും പറയാം. അങ്ങനെ ചെട്ടിയങ്ങാടിയിൽ വെച്ചിട്ട് ഈ അഴീക്കോടനെ കുത്തി അന്ന് AV ആര്യൻ മംഗലം ഡാമിനടുത്ത് വടക്കഞ്ചേരിയിൽ പ്രസംഗിക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് ആര്യനെ CPM-ൻ്റെ ആൾക്കാർ കുത്തി എന്നുള്ളൊരു വ്യാജ പ്രചരണം പോലീസ് ഉണ്ടാക്കി എന്നാണ് പറയണത്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ, നമുക്കത് നേരിട്ട് കാണാൻ പറ്റുന്നതല്ലല്ലോ. അതിനിടയ്ക്ക് അപ്പോൾ ഇവർ വളരെ വയലൻ്റായി, പാർട്ടിക്കാർ വയലൻ്റായിട്ടാണ്. അഴീക്കോടനാണ് ആര്യനെ കൊല്ലാൻ, ആര്യം മരിച്ചിട്ടില്ല, ആര്യനെ കൊല്ലാൻ അഴീക്കോടൻ ആ സമയത്ത് മരണപ്പെട്ടിട്ടില്ല. ആര്യനെ കുത്തി എന്നൊരു വ്യാജ പ്രചരണം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തി മറ്റവരെ കൊണ്ട്. അതെ, ആരോ കൊല. അത് കഴിഞ്ഞിട്ട് ഡേവിഡ് എന്ന് പറഞ്ഞ ആളാണ് പത്രത്തിൽ കണ്ടത്. ഇങ്ങനെ അയാളെ മറ്റേ ഒല്ലൂര് ചീരാച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുളം, ചീരാച്ചി കുളമാണ്, മറ്റേ ഡേവിസ് തിയേറ്ററിൻ്റെ മുമ്പിലായിട്ട്. അവിടെ വെച്ചിട്ട് മറ്റാരോ കുത്തി എന്ന് പറയണു. കുത്തിയവരും കുത്തിച്ചവരും ആരെയും ഇപ്പം കാണാനില്ല, ഒരു എവിഡൻസും ഇല്ല. അങ്ങനെയാണല്ലോ ക്രൈം മറക്കുക. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഈ ഇപ്പോൾ ഒരു പക്ഷേ ഈ കത്തിന് വേണ്ടിയാണോ ഇത് കൊന്നത് എന്നറിയില്ല, ബാഗ് തട്ടിക്കൊണ്ടുപോയതാണെന്നറിയില്ല, ഒരു പക്ഷേ ആയിരിക്കാം, ഒരു പക്ഷേ അല്ലായിരിക്കാം. എന്തായാലും അഴീക്കോടൻ്റെ ഇന്ന് കത്ത് കിട്ടിയില്ല. പിറ്റേ ദിവസം കത്ത് വീട്ടിലുണ്ട്, അന്ന് ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ ഇവരെ ഒരു ഇൻ്റർവ്യൂവിൽ ഏതോ ഒരാൾ പറഞ്ഞു നവാബ് രാജേന്ദ്രൻ പറഞ്ഞ നുണയാണ്, അതായത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ആ കത്ത് എന്നുള്ള സാധനം ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കണ്ട സാധനം അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതിന്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കി. അന്ന് അത് കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് മാമക്കുട്ടി വിളിച്ചിരുന്നു. 2724 നമ്പറാണ് എൻ്റെ വീട്ടിലെ നമ്പർ. വിളിച്ചിട്ട് പറഞ്ഞ് EMS പിറ്റേ ദിവസം
EMS വരുന്നുണ്ട്, നമുക്ക് ആ കത്ത് അവിടെ കൊണ്ടുവന്നിട്ട് സൈൻ ചെയ്യണം പുറകിൽ, എന്നിട്ട് കോർട്ടിൽ കൊടുക്കാം, മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിസിഷൻ സെഷൻസ് കോർട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ചു. അപ്പോൾ 8 മണിക്ക് കാണാമെന്ന് പറഞ്ഞാൽ EMS 12 മണിയാവും വരുമ്പോൾ രാത്രി എന്ന് പറഞ്ഞു. അപ്പോൾ രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ രാജേന്ദ്രൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട് വലിയൊരു വീടായതുകൊണ്ട് ആരാ എന്താ ചെയ്യണമെന്ന് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. രാജേന്ദ്രൻ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആളുടെ പോക്ക് ലാസ്റ്റായിരുന്നു. പിന്നെ ലാസ്റ്റ് മീൻസ് വന്നു, ആൾ വന്നു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ പോക്കിലാണ് ആ കത്ത് പോയത്. രാജേന്ദ്രൻ സാർ ആ പോയ പോക്കിലാണ് ഈ കത്ത് കയ്യിലുണ്ടായിരുന്നു. ആ കത്ത് രാജേന്ദ്രൻ ഇത് കയ്യിൽ വെച്ചതിൻ്റെ കാരണം EMSന് കൊടുക്കാനായിരുന്നു. അത് എന്നോട് പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ഞാനിവിടെ വായിച്ചത് രാജേന്ദ്രൻ സാറിനെ ഈ കത്തിനു വേണ്ടി പോലീസുകാർ കൊണ്ടുപോയി. അതാണ് സംഭവം. കൊണ്ടുപോയത് അവിടെ ജയറാം പടിക്കൽ അദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും മദ്യം കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ പറയുന്നത് കടലാസ് ഈ കത്ത് കത്തിച്ച ചാരം വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചു. അത് ആയിരിക്കാം, ശരിയായിരിക്കാം, അല്ലായിരിക്കാം. കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അപ്പോൾ ഈ കത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട 25-ാം തീയതിയാണ്. 23-ാം തീയതി അഴീക്കോടൻ കൊല്ലപ്പെട്ടു. 24-ാം തീയതി EMSന് കത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 24-ാം തീയതിയാണ് കത്ത് മിസ്സിങ് ആവുന്നത്. സെപ്റ്റംബർ 24, 1972 സെപ്റ്റംബർ 24. അന്ന് ഈ കത്ത് മിസ്സിങ് ആണ്, രാജേന്ദ്രന് മിസ്സിങ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ആ തിരിവുണ്ട്, ടേണിംഗ് ഉണ്ട്, നിങ്ങളെ പോയില്ല. വഴിയുടെ അവിടെ KLH-12 എന്ന അംബാസഡർക്കാർ കാത്ത് കിടക്കുകയായിരുന്നു. അതിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്നാണ് അറിയണത്. അവർ പിടിച്ചുകൊണ്ടുപോയി, കത്തിന് വേണ്ടി കൊണ്ടുപോയതാ. അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവർക്കറിയില്ല രാജേന്ദ്രൻ്റെ കയ്യിൽ കത്തുണ്ട് എന്നുള്ളത്. അങ്ങനെ കൊണ്ടുപോയി എല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത് ഭീഷണിപ്പെടുത്തി ആ 25-ാം തീയതി കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അബ്സ്കോണ്ടിങ് ആണെന്ന് വരുത്താലോ. അപ്പോൾ കോടതിക്ക് മുമ്പിൽ ശിക്ഷ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്. പക്ഷേ യാദൃശ്ചികമായിട്ട് തേടിയ വള്ളി കാലിൽ ചിറ്റിയ പോലെ ഇവർക്ക് ദേഹപരിശോധനയിൽ കത്ത് കിട്ടി. അങ്ങനെ ഒരു വേലന്താവളം വരെ പോയി. വേലന്താവളം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ രാജേന്ദ്രനെ ഉപേക്ഷിച്ച കത്തും കൊണ്ടുപോയി. പിന്നീട് ഈ കത്ത് ജയറാം പടിക്കൽ കണ്ടിട്ടുണ്ടാവാം, ഇല്ലയെന്ന് പറയില്ല, കണ്ടിട്ട് കത്തിച്ചിട്ടുണ്ടാവാം, രാജേന്ദ്രന് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ കാണാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ പിന്നീട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ച്? രാജേന്ദ്രൻ പറഞ്ഞത് ആ കത്തിനെ കുറിച്ച്, കത്ത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കസ്റ്റഡിയിൽ പോയി, പിന്നെ പോലീസ് കസ്റ്റഡിയിൽ പോയി. പക്ഷേ ഈ ഇറച്ചിയിൽ കലർത്തി കഴിച്ചു എന്ന് പറഞ്ഞത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിക്കൻ കറിയിൽ കൊടുത്തു എന്ന് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ എന്നോട് പറയാതിരുന്നതാവാം. അങ്ങനെ ഉണ്ടാവാമല്ലോ. കാരണം അമ്മയും ഒക്കെ ഉള്ള ഒരു ലൈഫിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനും വിഷമിക്കാൻ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടായി എന്ന് മാത്രം. അങ്ങനെ അച്യുതമേനെ വിളിച്ച് വീണ്ടും പറഞ്ഞു. അങ്ങനെയാണ് അച്യുതമേനോ വന്നിട്ടുണ്ട്. ഇവരാവശ്യം എന്താ വെച്ചാൽ ഈ കത്ത് പ്രൊഡ്യൂസ് ഒന്ന് രാജേന്ദ്രൻ അവിടെ ഹാജരാവാൻ പാടില്ല കോടതിയിൽ. മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്ത CK ഗോവിന്ദൻ അപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു രാജേന്ദ്രനെതിരായിട്ട്. PV അയ്യപ്പൻ മുഖാന്തരം, അഡ്വക്കേറ്റ് ജനറൽ PV അയ്യപ്പനായിരുന്നു അതിൻ്റെ ആൾക്കാർ. അതിൽ ഹാജരാകാതിരിക്കുകയും ചെയ്യുക. പിന്നെ ഈ കേസിന് ആധാരമായ ഈ ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരൊരു ഫോർജ്ഡ് കേസാക്കി, ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയ കേസാണ്. കാരണം ബ്ലോക്ക് വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് വെച്ച് അടിച്ച ആ ഡോക്യുമെൻ്റ് ഫോർജ്ഡാണെന്നും അതിൻ്റെ ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യാത്തിടത്തോളം കാലം ഇതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ള തെളിവായിരുന്നു. ഒരു നിവൃത്തിയില്ല, തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് മാധവമേനോൻ ഇത്രയും വലിയൊരു കേസിനകത്ത് 100 രൂപ പിഴയിട്ടത്. രാജേന്ദ്രന് വെറും 100 രൂപ. അതിന് എല്ലാ തൃശ്ശൂർ അയ്യന്തോൾ കോടതിയിലെ എല്ലാ വക്കീൽമാരും ആകെ ആശ്ചര്യപ്പെട്ടു പോയി. ഇത്രയും പ്രമാദമായൊരു കേസിന് വെറും ശിക്ഷിക്കാൻ വേണ്ടി, ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പിഴയിട്ട പോലെ. അതുപോലെ എനിക്ക് മറ്റേ രാജേന്ദ്രനെ കാണാനില്ല എന്നുകൊണ്ട് ഞാൻ ഹേബിയസ് കോർപ്പസ് കരുതി ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് വീരേന്ദ്രമേനോൻ തയ്യാറാക്കി തന്ന ഈശ്വരയ്യരെ കൊണ്ടാണ് കൊടുപ്പിച്ച് എറണാകുളത്ത് വന്നിട്ട്. ആ ഹേബിയസ് കോർപ്പസ് കൊടുത്തു കഴിഞ്ഞ ശേഷവും രാജേന്ദ്രനെ ഹാജരാക്കാൻ പറ്റിയില്ല. പിന്നെ അതിനിടയ്ക്ക് കുറേ ടോർച്ചറൊക്കെ നടന്നു എന്നാണ് എൻ്റെ അറിവ്. കാരണം ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവില്ലല്ലോ ആളുടെ കൂടെ. പിന്നെ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോളണമെന്നില്ല. കുടുംബക്കാരായതുകൊണ്ട് കഴിയുന്നിടത്തോളം ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട വെച്ചാൽ അങ്ങനെ ഉണ്ടാവാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹാജരായി. കേസ് വാദിക്കാൻ വീരേന്ദ്രമേനോൻ പിൻവാങ്ങി. കാരണം തെളിവില്ല, എവിഡൻസ് ഇല്ലാത്തൊരു സംഗതിയാണ്. എവിഡൻസ് ഇല്ലാതാക്കുമായിരുന്നു ആവശ്യം. ഏത് കേസിനും അതല്ലേ ചെയ്തു കഴിഞ്ഞാൽ സംബഡി ഹാസ് ഡൺ ഇറ്റ്. അതാണ് എൻ്റെ സംഗതി. ഞാൻ ഇന്ന ആൾ ചെയ്തു എന്നൊന്നും പറയുന്നില്ല. ജയറാം പടിക്കൽ അതിന് ചാർജായിരുന്നു. ഈ തട്ടിൽ എസ്റ്റേറ്റ് കേസിലാണല്ലോ ഈ ഒരു സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത്. വെള്ളാനിക്കര തട്ടിൽ എസ്റ്റേറ്റ് കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി അക്വയർ ചെയ്യാൻ എടുത്ത തീരുമാനങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ഈ കേസ്. അതിൽ കൈക്കൂലി, അതായത് അതിൽ കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ള രാജേന്ദ്രൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ എവിഡൻസ് ആയിരുന്നു ഈ കത്ത്.
അതായത് യഥാർത്ഥത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ നല്ല രീതിയിൽ നവാബ് രാജേന്ദ്രൻ സാറിനെ സഹായിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ പല ആയിരിക്കാം. ആ കത്ത് ഇപ്പം ഞാൻ ഇതുവരെയും കത്തിന് ഞാൻ പോലും ചോദിച്ചിട്ടില്ല കത്ത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. പറഞ്ഞിട്ടുമില്ല. അതൊരു വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ആണെങ്കിൽ തന്നെയും പത്രപ്രവർത്തനത്തിനൊരു ബേസിക്സ് ഉണ്ട് സുമേഷ്. അത് ഒരു എത്തിക്സ് നമ്മൾ കളയാൻ പറ്റില്ലല്ലോ. അത് പറയണമെന്ന് യാതൊരു കോടതിയിൽ പോലും പറയണം എന്നുള്ള ഒരു നിർബന്ധമില്ല. സോഴ്സ് വെളിപ്പെടുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്രപ്രവർത്തകനുണ്ട്. അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായിട്ട് അത് കാണിച്ചു കൊടുക്കാമെന്നല്ലാണ്ട് ഈ കത്ത് ഉണ്ടായിരുന്നു എന്നുള്ള 100% സത്യമാണ്. അതിനുശേഷമാണ് ഈ കത്ത് നഷ്ടപ്പെട്ട ശേഷമാണ് ഇവരെന്ന എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് എനിക്കാണെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു അപ്സെറ്റായിരുന്നു. കാരണം ഞാൻ കണ്ട സാധനം ഇല്ലയെന്ന് ഇവർ പറയാണ്. രണ്ടാമത് ഇത് കരുണാകരനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വിറ്റ് കാശാക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിറ്റ് കാശാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം തൃശ്ശൂർ ജപ്തിയാണ് ആ വീട്. ഇതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അത് ജപ്തി ഒഴിവാക്കാമായിരുന്നല്ലോ. സുഖമല്ലേ? കാരണം അന്ന് ആദ്യത്തെ ദിവസം ഒരു സർക്കാർ വാഹനമാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെയും പറയണതും ശരിയല്ലല്ലോ. അങ്ങനെ ഒരു വാഹനത്തിൽ ഒരാൾ 25,000 രൂപ 1972 ഏപ്രിൽ മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഞാനിപ്പോൾ ആൻറ്റി കറപ്ഷനെ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ച് ഞാനത് കേസാക്കി തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഉച്ചയ്ക്ക് 50,000 ആയി. അത് 50,000 രൂപ തുക കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് വാലിഡിറ്റി എന്തെങ്കിലും വാല്യൂ ഉണ്ടാവില്ലേ? 50,000 രൂപ എന്ന് പറയുമ്പോൾ 1972 ആ അതെ, 44 വർഷം മുമ്പ്. എന്തായിരുന്നു രൂപയുടെ മൂല്യം എന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 93 രണ്ടാമത്തെ വേറൊരു ഓഫർ വന്നത്. 25 ലക്ഷം ആദ്യം, അത് കഴിഞ്ഞിട്ട് 50 ലക്ഷം ഓഫർ വന്നു. ഈ തുക വരുന്ന സമയത്ത് ആ വീടൊക്കെ ജപ്തിയിൽ കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു വീട് ഉപേക്ഷിച്ചിട്ട് ആ ജപ്തിയിൽ നിന്ന് റിക്കവർ ചെയ്യാതിരിക്കാൻ നോക്കുമോ? ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? ആ കത്ത് വെച്ചൊരു കോംപ്രമൈസ് ഉണ്ടാക്കാമായിരുന്നു. കാരണം ആനയുടെ എംബ്ലം, അതിൻ്റെ ചോട്ടിൽ ഡേറ്റ് ടൈപ്പ് ചെയ്തിരിക്കുക ലെറ്റർ. ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി സോ ആൻഡ് സോ പ്ലീസ് ഗീവ് ₹15,000 ടു ദിസ് പേഴ്സൺ. ഔദ്യോഗികമായ സിഗ്നേച്ചറും സ്റ്റാമ്പും സർവ്വതും ഉണ്ട്. ഇതിലും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് ലീക്ക് ആയത്? അവർ ഇത്രയും കോൺഫിഡൻഷ്യലായിട്ട് ചെയ്തൊരു കാര്യം